ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിൽ നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അതിരും കതിരും എന്നുള്ള ചാപ്റ്ററിൻ്റെ നമ്മുടെ 2ാമത്തെ പാഠം മണിയപ്പൻ്റെ മഴ എന്നുള്ള പാഠമാണ് നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള എല്ലാ പാഠത്തിൻ്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദ്യോത്തരങ്ങളുടെ എല്ലാ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും മാത്സ്, ഇംഗ്ലീഷ്, EVS തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാത്തിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മണിയപ്പൻ്റെ മഴ എന്നുള്ള പാഠം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കവിതയുടെ ആശയം, ഒരു കവിതയാണ്, കവിതയുടെ ആശയത്തിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യോത്തരങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ പാഠം മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്ക് ചോദ്യോത്തരങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം കവിതയുടെ ആശയത്തിൻ്റെ ക്ലാസ് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് താളമിട്ട് ചൊല്ലുന്നതാണ് അല്ലേ. കവിത താളമിട്ട് ഒരു ഈണത്തിൽ താളമിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും. എന്താണ് ഇതിന് അർത്ഥം? ഇതൊരു ചൊല്ലാണ് അല്ലേ. ഇതെന്താ ഇതിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ചൊല്ല്? അർത്ഥം നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഭീഷണിയോ ശിക്ഷയോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചിലർ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്നാണ് ഇതിനർത്ഥം. സാധാരണയായി പൂക്കാത്ത മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യില്ല. എന്നാൽ വെട്ടി നശിപ്പിക്കുമെന്ന് ഭീഷണി വരുമ്പോൾ അത് കായ്ക്കുമെന്ന് കവി പറയുന്നു. അതൊരു വിശ്വാസമാണ് കേട്ടോ. അത് ശരിക്കും അങ്ങനെയാണോ ശരിക്കും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പൂക്കാത്തൊരു മാവിന്റെ ചോട്ടിൽ പോയിട്ട് ഇപ്പൊ വെട്ടി നിന്നെ ഈ മരം വേണ്ട വെട്ടും പറഞ്ഞാൽ മാവ് ഉടനെ കായ്ക്കുമെന്നല്ല. അതൊരു ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസം പോലെയാണ്. അങ്ങനെ ചെയ്താൽ ആ മാവ് കായ്ക്കും എന്നുള്ളൊരു പണ്ട് കാലത്ത് ഇങ്ങനെ പറയുന്ന ഒരു ശൈലിയാണ് കേട്ടോ ഇത്. അപ്പൊ അതായത് മടിയുള്ള ആളുകൾ ഒരു ഭീഷണി വരുമ്പോൾ മാത്രമേ തന്റെ ജോലി കൃത്യമായി ചെയ്യുകയുള്ളൂ എന്ന സന്ദേശമാണ് ഈ വരികൾ നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിടയുന്ന കരച്ചിൽ കേൾക്കാം ആരുടെയെല്ലാം. അപ്പൊ നമ്മുടെ കവിതയിലെ ഒരു വരിയാണ് അല്ലെ, പിടയുന്ന കരച്ചിൽ കേൾക്കാം. ആരുടെ കരച്ചിൽ കേൾക്കുന്നതിനെ കുറിച്ച് ഇവിടെ കവി പറയണത്? മരത്തിൽ നിന്നുള്ള പക്ഷികളുടെയും കുരങ്ങുകളുടെയും കരച്ചിൽ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മരത്തിൽ നിന്നുള്ള എല്ലാ ജീവജാലങ്ങളുടെയും. മനുഷ്യർ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അതിൽ ജീവിക്കുന്ന പക്ഷികളുടെയും കുരങ്ങുകളുടെയും കരച്ചിലാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീവജാലങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അടുത്ത ചോദ്യം, ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും. ഇത് നമ്മുടെ കവിതയിലെ വരിയാണ്. പച്ചയെടുക്കുക, പച്ച പിടിക്കുക, ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ? പച്ചയെടുക്കുക എന്നാൽ പച്ചയായ മരങ്ങൾ വെട്ടുക എന്നാണ് അർത്ഥം. പച്ച പിടിക്കുക എന്നാൽ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുക, രക്ഷപ്പെടുക അല്ലെങ്കിൽ മെച്ചപ്പെടുക എന്നാണ് അർത്ഥം. ഇവിടെ പച്ച എന്ന വാക്കിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് നിറം അല്ലെങ്കിൽ പച്ചയായ വസ്തു, 2 ജീവിതത്തിലെ നല്ല അവസ്ഥ അല്ലെങ്കിൽ സമൃദ്ധി. ഈ 2 പ്രയോഗങ്ങൾ തമ്മിൽ വലിയ അർത്ഥ വ്യത്യാസം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥം വരുന്ന മറ്റ് സന്ദർഭങ്ങൾ കണ്ടെത്തൂ. എന്തൊക്കെ എഴുതാം? ഒന്നാമത്തെ, വഴി എന്ന വാക്കിന് സഞ്ചാരമാർഗം എന്നും ഉപായം, വഴി കാണിക്കുക എന്നും രീതി, ഈ വഴിക്ക് പോകാം എന്നും അർത്ഥങ്ങളുണ്ട്. കര എന്ന വാക്കിന് കൈ എന്നും ഭൂമി എന്നും നദി അല്ലെങ്കിൽ കടൽ തീരം എന്നും അർത്ഥങ്ങളുണ്ട്. മാനം എന്ന വാക്കിന് ആകാശം എന്നും അഭിമാനം, അതായത് മാനക്കേട് എന്ന അർത്ഥങ്ങളുണ്ട് കേട്ടോ. അഭിമാനം, മാനം എന്ന് വരുന്നത്. പണി എന്ന വാക്കിന് ജോലി എന്നും ശിക്ഷ, അതായത് പണി കിട്ടി എന്ന അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഒരേ വാക്കിന് തന്നെ എന്താ അല്ലേ 2 പല അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇത്രയാണോ ചോദ്യങ്ങൾ? വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി കാണുന്നു, അതുപോലെ തന്നെ മനസ്സിലായി കാണുന്നു കരുതുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.